ബഹിഷ്കരിക്കണമെന്നുള്ള രീതിയിൽ, അതായത് കേസിനോടൊക്കെ സംബന്ധിച്ച് സിനിമ ബഹിഷ്കരിക്കണമെന്നുള്ള രീതിയിലുള്ള ഒരു ഡിസ്കഷനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതിനോടൊക്കെ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അല്ല, അത് നന്നായിട്ട് വരുന്നുണ്ട്. പക്ഷേ എങ്കിലും സിനിമ വേറെയും ബാക്കിയുള്ള കാര്യങ്ങൾ വേറെയാണ്. ഇപ്പം ഞാനിപ്പോൾ എൻ്റെ ഫസ്റ്റ് പടമാണ്, അതിൽ ആൾക്കാർ നല്ല അഭിപ്രായം പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പോഴത്തെ എൻ്റെ മാനസികാവസ്ഥ വേറെ രീതിയിലല്ല. അപ്പോൾ അത് എനിക്കൊന്ന് നിങ്ങൾ ചോദിക്കുമ്പോൾ എനിക്കതിനൊന്നും പറയാൻ എന്തിപ്പോൾ പറയാം. ഞാനിപ്പോൾ എൻ്റെ സിനിമേൻ്റെ ഒരു ഫസ്റ്റ് ഇറങ്ങിയിരിക്കുകയാണല്ലോ. എങ്കിലും എല്ലാ ആളുകളും സിനിമ കാണണമെന്നായിരിക്കുമല്ലോ, ഏതൊരു മേക്കറാണെങ്കിലും ആദ്യം ചെയ്ത സിനിമ തരുന്നത്. അപ്പോൾ അവരോടൊക്കെ എന്താണ് പറയാനുള്ളത്? ഞാൻ ഈ പറഞ്ഞത് ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് സിനിമ എല്ലാ പ്രേക്ഷകർക്കൊപ്പം കണ്ടതിന് പിന്നെ ബിഗ് സ്ക്രീനിൽ കണ്ടതിന് ശേഷമുള്ള എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല എക്സ്പീരിയൻസ്. അതൊരു ആദ്യം ഈ പ്രേക്ഷകരുടെ തിയേറ്ററിൽ നിന്ന് കാണാൻ അതൊരു വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആണ്. പറയാൻ പറ്റില്ല, ജനങ്ങളെ ഏറ്റെടുത്തല്ലോ, നോക്കിയേക്കാളും കൂടുതൽ ഞാൻ അതാ പ്രേക്ഷകരുടെ ഏറ്റെടുത്തല്ലോ. അപ്പോൾ അത് നേരിട്ട് വിറ്റ്നസ് ചെയ്തപ്പോൾ അത് എങ്ങനെ ഉണ്ടായിരുന്നു? ആ ഒരു മൊമെന്റ് അത് റിയലൈസ് ആയിട്ട് ഞാൻ വരുന്നേ ഉള്ളൂ. അതാ ഞാനിങ്ങനെ ആൾക്കാരിങ്ങനെ പറയുമ്പോൾ അത് എന്താ പറയുക, അതിന് നമ്മളൊരു റിയലൈസ് ചെയ്യുന്ന ഒരു മൊമെന്റ് ഉണ്ട്. അതേപോലെ തന്നെ ബബ്ബ പാർട്ട് 2 ഒരു ലീഡ് കൊടുത്തിട്ടാണ് എൻഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്കത് പ്രതീക്ഷിക്കാമോ? അവർക്ക് സംഭവിക്കട്ടെ, ഇത് തീർച്ചയായിട്ടും ആളുകളെല്ലാം കണ്ട് ബബ്ബ 2 സംഭവിക്കട്ടെ. ഈ കഥ ദിലീപേട്ടടുത്ത് ആദ്യം പറഞ്ഞപ്പോൾ ദിലീപേട്ടൻ എന്തായിരുന്നു പറഞ്ഞത്? ഇങ്ങനൊരു മാഡ്നസ് എന്നുള്ള ഒരു തോട്ട് പറഞ്ഞപ്പോഴേക്കും ആദ്യം എന്തായിരുന്നു പറഞ്ഞത്? ഇങ്ങനത്തെ ഒരു മാഡ്നസ് റോൾ ചെയ്യാൻ ഇവിടെ പുള്ളി ഞാനുള്ള ഫസ്റ്റ് ഓപ്ഷൻ നമുക്കില്ല. അത് പുള്ളിക്ക് മാത്രം കണക്റ്റായി നമുക്കത് പുള്ളി നല്ല ഓപ്ഷൻ തന്നെയായിരുന്നു. നിന്നുണ്ടായിരുന്നു കണക്ഷൻ അങ്ങനെ ഉണ്ടായി സംഭവിച്ചു. പിന്നെ നമ്മുടെ ഇത്രയും വലിയ പ്രൊഡക്ഷൻ നമുക്ക് ബാക്കപ്പ് തന്നെയാണ് ഈ സിനിമയിൽ കാണുന്ന രീതിയിൽ നിങ്ങളുടെ മുന്നിലേക്ക് എത്താനുള്ളത്. ഗോപാലൻ സാറിനെ കൊണ്ട് ഡാൻസ് ഒക്കെ ചെയ്യിപ്പിച്ച് അതെങ്ങനെയുണ്ട്? പുള്ളി അക്സെപ്റ്റ് ചെയ്തോ? വലിയ മൊമെൻ്റ് അല്ലേ നമുക്ക്, ഇത്രയും വലിയ വലിയ ആൾക്കാർ നമ്മളിവിടെ നമുക്ക് അവരോട് ഇത്രയും ദിവസങ്ങളെങ്കിലും ചിലവഴിക്കാൻ പറ്റുന്ന ഭയങ്കര ലൈഫിലേക്കും വലിയ ഭാഗങ്ങളായിട്ട് കാണുന്ന നന്നായിട്ട് ഇതിൽ കാണുന്ന എനിക്ക് കാണിച്ചിരിക്കുന്ന വണ്ടികളൊക്കെ റീക്രിയേറ്റ് ചെയ്താണോ അതോ റീസ്റ്റോർ ചെയ്തെടുത്താണോ? പഴയ വണ്ടികൾ തന്നെ CID മൊത്തം റീസ്റ്റോർ ചെയ്തത് ഒറിജിനൽ വണ്ടി ഒറിജിനൽ ഗില്ലിയൊക്കെ റീക്രിയേറ്റ് ചെയ്തത്. ഗില്ലിയൊക്കെ നമ്മൾ റീക്രിയേറ്റ് ചെയ്തത്. ആ ലോറിയുടെ പേര് ചഞ്ചൽ. ഓക്കെ, ബാക്കി എല്ലാവരും കാണണ്ടേ? ഓക്കെ ബ്രോ, താങ്ക് യു. റെസ്പോൺസ് ഞാൻ കേൾക്കുന്നേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ എല്ലാവരും ചോദിച്ചോണ്ട് പ്രേക്ഷകരോടൊപ്പം കണ്ടിട്ട് അത് വേറൊരു ഫീലാണ്. പ്രേക്ഷകരോട് കാണുമ്പോൾ നമ്മൾ വേറെ ഏതോ സ്ഥലത്ത് നിൽക്കുന്ന ഫീലാണ്. സിനിമയിലുള്ളതുപോലെ എല്ലാവരും പറഞ്ഞു ലാലേട്ടൻ്റെയും ദിലീപേട്ടൻ്റെയും ഒരു പക്ക ഒരു അഴിഞ്ഞാട്ടം കണ്ട ഒരു ഫീലിംഗാണ്. ഒരുപാട് മാസീനുകൾ, ഒരുപാട് കയ്യടി വീണ മുഹൂർത്തങ്ങൾ ഉണ്ടായിരുന്നു, ഒരുപാട് പൂരം വീണ മുഹൂർത്തങ്ങൾ. അതിന് എന്താ തിയേറ്ററിൽ പൂരപ്പുറമുണ്ടാക്കാനുള്ള എല്ലാ ലെവലുണ്ട്. ഇങ്ങനെ സ്ക്രീനിലുണ്ടാകുന്ന മൊമെൻറ്റുകളുണ്ടല്ലോ, ഒരു ഫാൻ ബോയ് മൊമെൻറ്റും ഉണ്ടാവുമല്ലോ. ഇങ്ങനെ ആ മൊമെൻറ്റൊക്കെ അതൊക്കെ ആൾക്കാർ പറയട്ടെ, ഞാനൊന്നും പറയാം, ഞാനെല്ലാം കേൾക്കാം. ഇപ്പോൾ നടക്കുന്ന വിമർശനങ്ങളൊക്കെ ഈ തരത്തിൽ തലച്ചേരൊരു സിനിമയാണല്ലോ ഇത്. അതൊക്കെ ഏതെങ്കിലും തരത്തിൽ ഇതിനെ ബാധിക്കുമെന്നുള്ള ഭയമോ പേടിയുണ്ടോ, അല്ലെങ്കിൽ അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു? അല്ല, സിനിമ എന്ന് മാത്രം ഞാൻ കണ്ടില്ല. അതിന് ബാക്കി ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട എന്തായാലും ആൾക്കാർ അതിനെ സ്വീകരിക്കുമല്ലോ. നല്ലതാണെങ്കിലും മോശമാണെങ്കിലും അത് മാത്രമേ ഉള്ളൂ. താങ്ക് യു.